യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. നിഹാദിന്റെ മാർസെറ്റ് ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ സുഹൃത്തുക്കൾ തൊപ്പിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണത്തിന് പിന്നാലെ പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MRC തൊപ്പി ആൻഡ് ഗ്യാങ്, ഈ ഗ്യാങ് ഇപ്പോൾ അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴിക്കായിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള ചെളിവാരിയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയധികം അപ്ഡേറ്റുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് മമ്മുവും ഷമീറും കൂടി വന്നിച്ച് ഒരു ലൈവ് ചെയ്യുന്നു, പിന്നെ ഒരു വ്ലോഗും ചെയ്യുന്നു. ഇതിനകത്തെല്ലാം പറയുന്നത് തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. തൊപ്പി മമ്മുവിൻ്റെ മുഖത്തേക്ക് ചവിട്ടി, അതാണ് തന്നെ തൊപ്പിയുടെ ഇന്നർവെയറുകൾ മമ്മുവിനെ കൊണ്ട് അലക്കിച്ചു, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൂടാതെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു നടപടിയും നമ്മുടെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൂടാതെ അതിനുശേഷം നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഒരു ലൈവ് ചെയ്തു. ആ ലൈവിനകത്ത് പറയുന്നത് മമ്മുവും ഷമീറും ഗേ ആണ്, അല്ലെങ്കിൽ സ്വവർഗാനുരാഗികളാണ് എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം വീഡിയോസും പുറത്തേക്ക് വിടുന്നു. അതിനകത്ത് അവരുടെ ഫേസ് ഒക്കെ ബ്ലറായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയ്ക്കിടയിൽ തൊപ്പി ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നമ്മുടെ ഷമീറിനും മമ്മുവിനും എതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രഗ്സ് നൽകി കുട്ടികളെ അബ്യൂസ് ചെയ്തു ഇരുവരും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും യാതൊരു നടപടിയും നമ്മുടെ കേരള പോലീസും ബന്ധപ്പെട്ട അധികാരികളും സ്വീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട കേരള DGPക്ക് ഒരു പരാതി നൽകിയിരുന്നു. സാർ, എൻ്റെ പേര് വിഷ്ണുനാഥ്. സാർ, ഇന്നലെ ഞാൻ MRC തൊപ്പി എന്ന ചാനലിലെ ലൈവ് കാണുവാൻ ഇടയായി. ആ ലൈവിൽ 35 മുതൽ 32 വരെ മിനിറ്റ് ഭാഗത്ത് MRC ഗ്യാങ്ങിന്റെ ഭാഗമായ ഷമീർ എന്ന വ്യക്തി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഡ്രഗ്സ് നൽകി അവരെ ഉപയോഗിച്ചു എന്ന് തൊപ്പി എന്ന നിഹാദ് വെളിപ്പെടുത്തുന്നുണ്ട്. തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് നിഹാദ് ആ ലൈവിൽ പറയുന്നുമുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ചൂടെ ചേർക്കുന്നു. ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഞാൻ നൽകിയ പരാതി. ആ പരാതിക്ക് മറുപടി വന്നുണ്ട്. ഇമെയിൽ പെറ്റീഷൻ ഫോർവേഡ് ടു പോലീസ് പെറ്റീഷൻ മോണിറ്ററിംഗ് സെൽ PHQ ഫോർ അർജന്റ് നെസസറി ആക്ഷൻ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന മറുപടി. എന്നാലും MRC ഷമീറും മമ്മും ഒക്കെ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ റൂമിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ സംസ്ഥാന പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ജനം TVയിൽ വന്നിരിക്കുന്ന വാർത്തയാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല. എന്നാൽ പരാതി നൽകിയ ആളുകൾ വ്യക്തമാക്കുന്നത് ഇത് ഈ ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരായ പുതിയ സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കുന്ന ശക്തമായ നടപടികൾ എന്ന രീതിയിൽ തുടങ്ങിയ തൂഫാൻ അതിന്റെ ഭാഗമായി കാണണം. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയെ അടക്കം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രധാനമായും ഉയർത്തിയിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് തൊപ്പിക്ക് ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു. ലഹരി ഇടപാടുകൾ മാത്രമല്ല, അത്തരം കാര്യങ്ങൾക്ക് തങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ദൃശ്യങ്ങൾ ഈ സുഹൃത്തുക്കൾ തൊപ്പിയുടെ ഓഫീസിൽ നിന്നും കാണിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്നൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡിബേറ്റിനകത്ത് ഒരു ഡോക്ടർ പറയുന്നു അവരുടെ മുന്നിലെത്തുന്ന മൃതദേഹങ്ങളെ അവർ സെക്ഷലായിട്ട് മറ്റ് പല രീതിയിലും കാണാറുണ്ട് എന്ന തരത്തിലുള്ളൊരു കാര്യം അവർ പറയുന്നു. അങ്ങനെ അത് ഭയങ്കര വിവാദമായപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസുകാർ സ്വമേധയാ ആ ഡോക്ടർക്കെതിരെ കേസെടുത്തു. ഇപ്പൊ അറസ്റ്റും മറ്റു കാര്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യക്തിയുടെ ലഹരി ഇടപാടുകളെ തുറന്നു കാണിക്കുന്ന രീതിയിൽ ആ പുള്ളിയുടെ റൂമിൽ നിന്ന് വരെ ലഹരി കണ്ടെത്തി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നമ്മുടെ കേരള പോലീസ് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചില്ല. അതായത് നമ്മുടെ കേരള പോലീസ് പറയുന്നത് സൈബർ ക്രൈമുകൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താനും നിർവാഹമില്ലെന്നാണ്. അത് ഏറ്റവും വലിയ തട്ടിപ്പാണ് നമ്മുടെ കേരള പോലീസ് നടത്തുന്നത്. കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അറസ്റ്റ് നിയമ നടപടികൾ നടക്കാറുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം അത് നടക്കത്തില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അന്വേഷിക്കാൻ താല്പര്യമില്ല. അതാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എൻ്റെ ചാനലിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ. എൻ്റെ ചാനൽ അടിച്ചു കളയുവാണെങ്കിൽ ഉള്ള സത്യം പറയാം, ഇവന്മാർക്ക് ഈ ഒരു ഗ്യാങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ശരിയാണോ?